IT പഠിച്ച കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച ഒരാൾക്ക് വേണമെങ്കിൽ IT മാനേജ്മെൻറ്റിലേക്ക് MBA ത്രൂ മാറും. അതുകൊണ്ട് അത്തരം ഒരു തെറ്റിദ്ധാരണക്കോ ധാരണക്കോ അടിസ്ഥാനമില്ല. സാധാരണ നിലക്ക് കൊമേഴ്സുകാർക്ക് BComകാർക്കും BBAക്കാർക്കും മാത്രമുള്ളതല്ല ഈ ഒരു ഓപ്ഷൻ എന്ന് മനസ്സിലാക്കാൻ ഏറ്റവും നല്ല ഉദാഹരണം വളരെ പ്രധാനപ്പെട്ട ലുക്രേറ്റീവായ പ്രോസ്പെക്റ്റീവായ ഒരു കരിയറാണ് എന്ന് മാത്രമല്ല ലോകത്ത് ഏറ്റവും ലുക്രേറ്റീവായ ഏറ്റവും പ്രോസ്പെക്റ്റീവായ ഏറ്റവും കൂടുതൽ സാലറി കിട്ടുന്ന കരിയർ ഏതാണ്? പതിവായിട്ട് വരുന്ന ചോദ്യങ്ങളാണ്. ഞാൻ ഇന്നത്തെ പത്രം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ വാർത്തകളുള്ളത് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടാണ്, ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഒരു സംശയമില്ല, ലോകത്ത് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഏറ്റവും പ്രോസ്പെക്റ്റീവായ നല്ല സാലറി കിട്ടുന്ന കരിയറുകളിൽ ഒന്ന് ബിസിനസ് സ്റ്റഡീസാണ്, ബിസിനസ് മാനേജ്മെൻറ്റാണ്. പൊതുവെ ബിസിനസ് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുമ്പോൾ നമ്മുടെ വിദ്യാർത്ഥികൾക്കിടയിൽ രക്ഷിതാക്കൾക്കിടയിലുള്ള ഒരു തെറ്റിദ്ധാരണ അത് ഈ കൊമേഴ്സുകാർക്കുള്ളൊരു പ്രോഗ്രാം അല്ലേ, അല്ലെങ്കിൽ BCom BBA കഴിഞ്ഞവർക്കല്ലേ അത് ഏറ്റവും അനുയോജ്യമായ തികച്ചും തെറ്റായ ഒരു ധാരണയാണിത്. കാരണം ലോകത്ത് ഏത് ഡിഗ്രി ആയിട്ടും ഏത് മേഖലയായിട്ടും കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു കരിയർ ഓറിയൻറ്റേഷനാണ് ബിസിനസ് സ്റ്റഡീസ്, ബിസിനസ് മാനേജ്മെൻറ്റ്. അല്ലെങ്കിൽ തന്നെ ബിസിനസ് ഇല്ലാത്ത എന്ത് മേഖലയാണ് നമുക്ക് ചുറ്റുമുള്ളത്? ബിസിനസ്സുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റാത്ത എന്ത് ഏരിയയാണ് നമുക്ക് ചുറ്റുമുള്ളത്? നിങ്ങൾ ആലോചിച്ച് നോക്ക്. IT പഠിച്ച കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച ഒരാൾക്ക് വേണമെങ്കിൽ IT മാനേജ്മെൻറ്റിലേക്ക് MBA ത്രൂ മാറാം. ഒരാൾ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട ഏരിയകളിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ ഹെൽത്ത് കെയർ മേഖലയിലെ കോഴ്സുകൾ പഠിച്ച ആൾക്ക് ഹെൽത്ത് കെയർ മാനേജ്മെൻറ്റ് ബിസിനസ് സ്റ്റഡീസ് പ്രോഗ്രാമിൻ്റെ സ്പെഷ്യലൈസേഷനായിട്ട് എടുക്കാം. ദെൻ മീഡിയ റിലേറ്റഡ് കോഴ്സുകൾ, വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, ഗ്രാഫിക്സ്, ആനിമേഷൻ, മാസ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ പഠിച്ച ആളുകൾക്ക് പിന്നീട് മീഡിയ മാനേജ്മെൻറ്റിലേക്കോ അഡ്വർടൈസിങ് മാനേജ്മെൻറ്റിലേക്കോ മാറാം. എന്തിനേറെ ടെക്സ്റ്റൈൽ പഠിച്ച ആളുകൾക്ക് ടെക്സ്റ്റൈൽ മാനേജ്മെൻറ്റ് പ്രോഗ്രാം തന്നെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഏതാണ്ട് 70-ലധികം സ്പെഷ്യലൈസേഷൻ ബിസിനസ് സ്റ്റഡീസിൽ വളരെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് അത്തരം ഒരു തെറ്റിദ്ധാരണക്കോ ധാരണക്കോ അടിസ്ഥാനമില്ല എന്നതാണ് വസ്തുത. ഇനി നോക്ക്, എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണുള്ളത്, എത്ര മേഖലകളാണുള്ളത്. നിങ്ങൾ ഏറ്റവും നല്ല ഉദാഹരണം ഈ കോമ്പിനേഷൻ വെച്ച് നോക്കുമ്പോൾ സാധാരണ നിലക്ക് കൊമേഴ്സുകാർക്ക് BComകാർക്കും BBAക്കാർക്കും മാത്രമുള്ളതല്ല ഈ ഒരു ഓപ്ഷൻ എന്ന് മനസ്സിലാക്കാൻ ഏറ്റവും നല്ല ഉദാഹരണം സുന്ദർ പിച്ചയാണ് അല്ലേ. സുന്ദർ പിച്ചൈ പഠിച്ചത് എഞ്ചിനീയറിംഗ് ആണ്. അത് കഴിഞ്ഞിട്ട് മാസ്റ്റേഴ്സും എഞ്ചിനീയറിംഗ് പ്രോഗ്രാം തന്നെയായിരുന്നു. അതിനുശേഷം പെൻസിൽവേനിയ യൂണിവേഴ്സിറ്റിയിലെ വിശ്വപ്രസിദ്ധമായ വാട്ടൺ ബിസിനസ് സ്കൂളിൽ നിന്ന് ബിസിനസ് സ്റ്റഡീസിൽ മാസ്റ്റേഴ്സ് കഴിഞ്ഞ് ഗൂഗിളിൻ്റെ CEO ആയി അദ്ദേഹം അല്ലേ. നോക്ക്, ഇപ്പം അദ്ദേഹം ലാസ്റ്റ് ഇയറിൻ്റെ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ 1886 കോടി രൂപയിലധികം വരുമാനം ആ ഒരൊറ്റ വർഷം തന്നെ അദ്ദേഹത്തിനുണ്ട്. നോക്ക്, ഇക്കണോമിക്സ് പഠിച്ചിട്ട് ഗൂഗിളിൻ്റെ CFO ആയ ആളാണ് റൂത്ത് പൊറാട്ട്. BA ഇക്കണോമിക്സ് കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ചെയ്ത് പിന്നീട് ബിസിനസ് സ്റ്റഡീസിലേക്ക് സെയിം വാട്ടൺ ബിസിനസ് സ്കൂളിൽ നിന്ന്. വളരെ ടിപ്പിക്കലായ ഒരു ഉദാഹരണമാണ് ഇലോൺ മസ്ക്, ലോകത്തറിയപ്പെടുന്ന കോടീശ്വരൻ അല്ലേ. നമുക്ക് പുതിയ പുതിയ ഐഡിയകളുമായിട്ട് മുന്നോട്ട് വരുന്ന ഇലോൺ മസ്കിൻ്റെ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ഫിസിക്സ് ആണ്, കൂടെ ഒരു ഇക്കണോമിക്സും ചെയ്തു, പിന്നീട് ബിസിനസ്സിലേക്ക് മാറുകയാണ് ചെയ്തത്. നോക്ക്, അങ്ങനെ നോക്കുമ്പോൾ രസകരമായ കരിയർ ഓറിയൻറ്റേഷനുള്ള ബാക്ക്ഗ്രൗണ്ടുള്ള ആളുകളെല്ലാം ഈ മാനേജ്മെൻറ്റ് സ്റ്റഡീസിനെ മറ്റ് മേഖലയുമായിട്ട് കണക്ട് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നോക്കുമ്പോൾ ബിസിനസ് സ്റ്റഡീസ് വളരെ പ്രധാനപ്പെട്ട ലുക്രേറ്റീവായ പ്രോസ്പെക്റ്റീവായ ഒരു കരിയറാണ് എന്ന് മാത്രമല്ല എല്ലാ ഡിഗ്രികളുമായിട്ട് നിങ്ങൾക്ക് അതിനെ കണക്ട് ചെയ്യാനും പറ്റും. ഈ ഒരു സമയത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ബിസിനസ് സ്റ്റഡീസ് പ്രോഗ്രാമുകളുടെ എൻട്രൻസ് എക്സാമിനേഷന് കോൾ ഫോർ ചെയ്യുന്ന ടൈമാണ്. ബിസിനസ് സ്റ്റഡീസിലേക്ക് പോകാൻ, മാനേജ്മെൻറ്റ് പഠിക്കാൻ, MBA പഠിക്കാൻ പോകാൻ ആഗ്രഹമുള്ള വിദ്യാർത്ഥികൾ തീർച്ചയായിട്ടും ഇതൊന്ന് ശ്രദ്ധിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് CAT എക്സാമിനേഷൻ, കോമൺ അഡ്മിഷൻ ടെസ്റ്റ്. നമുക്ക് സാധാരണ മാനേജ്മെൻറ്റ് പ്രോഗ്രാം IIMകളിലേക്കുള്ളതാണത്. ദെൻ അതോടൊപ്പം രസകരമായ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, CAT എന്ന് പറയുമ്പോൾ എല്ലാവരും പറയുന്നത് CAT ഭയങ്കര ടഫാണ്, അത് കിട്ടാൻ പ്രയാസമാണ്, ഭയങ്കര കോമ്പറ്റീഷനാണ്. ഞാൻ ആ വർത്തമാനത്തിന് തികച്ചും എതിരാണ്. കാരണം നിങ്ങൾ നോക്കുക, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ അപ്പിയർ ചെയ്യുന്ന എക്സാമാണ് നീറ്റ് എക്സാമിനേഷൻ. 24 ലക്ഷം പേരാണ് എഴുതുന്നത്. 24,000 പേർക്കാണ് മാക്സിമം സീറ്റ് കിട്ടുന്നതെന്ന് വെച്ചാൽ 1% സാധ്യത അല്ലേ. നിങ്ങൾ നോക്ക്, എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമുകളുടെ കൂടുതൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ജോയിൻറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ. 12-14 ലക്ഷത്തിനിടയിൽ ആളുകളാണ് എഴുതുന്നത്. ഏറ്റവും മികച്ച ഒരു 20,000 പേർക്കൊക്കെയാണ് നല്ല സീറ്റ് നല്ല കോളേജിൽ കിട്ടുന്നത്. അപ്പോഴും കോമ്പറ്റീഷൻ 1-1.5% അടുത്തേക്ക് വന്നു. അതേസമയത്ത് CAT എക്സാമിനേഷൻ എഴുതുന്ന
എഴുതുന്നത് ആരാ? ക്യാറ്റ് എക്സാമിനേഷൻ എഴുതുന്നത് 3-3.5 ലക്ഷം പേരാണ്, മാക്സിമം 3.5 ലക്ഷം പേര്. സീറ്റോ IIM അടക്കം 20 IIMകൾ, സിംബയോസിസ് ഗ്രൂപ്പ്, പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, അതുപോലുള്ള മറ്റു പല സേവിയേഴ്സ് ഒക്കെ പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, ഇതെല്ലാം കൂടി ചേർന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എടുത്തു കഴിഞ്ഞാൽ 60,000-ലധികം സീറ്റുകളുണ്ട്. ക്യാറ്റ് വഴി മാത്രമല്ല അവിടേക്ക് അഡ്മിഷൻ നടക്കുന്നത്. സേവിയേഴ്സിന് സാറ്റ് എക്സാമിനേഷൻ ഉണ്ട്, സിംബയോസിസിന് സ്നാപ്പ് എക്സാമിനേഷൻ ഉണ്ട്, നഴ്സി മോഞ്ചിക്ക് എൻമാറ്റ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ പ്രിപ്പറേഷൻ ക്യാറ്റ് ബേസിലാകുന്നതായിരിക്കും ഏറ്റവും ഉപകാരപ്രദം. എന്തായാലും കോമൺ ആയിട്ട് വരുന്നത് എന്താ? ന്യൂമറിക്കൽ എബിലിറ്റി, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് വരും, ലോജിക്കൽ റീസണിങ് വരും. ദെൻ അതുപോലെ തന്നെ വരുന്നത് വെർബൽ അല്ലെങ്കിൽ ലാംഗ്വേജ് കോംപ്രിഹെൻഷൻ. ചില ടെസ്റ്റുകളിൽ കുറച്ചുകൂടി ഒരു GK ജനറൽ അവയർനെസ് ഓറിയന്റേഷൻ വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ശ്രദ്ധിക്കേണ്ടത് ഇതൊരു കോമൺ പ്ലാറ്റ്ഫോം. ഇത്തരം മേഖലകളാണ് കോമ്പറ്റേറ്റീവ്, പ്രത്യേകിച്ച് ഈ മാനേജ്മെൻറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾക്ക് വരുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഞാൻ വീണ്ടും പറയുകയാണ്, 3.5 ലക്ഷം പേര് അപ്പിയർ ചെയ്യുന്ന ടെസ്റ്റിൻ്റെ പോസിബിലിറ്റി 60,000-ലധികം സീറ്റുകളാണ്. എന്ന് വെച്ചാൽ 20% മേലെ പോസിബിലിറ്റി ഉള്ളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനാണ്, എൻട്രൻസ് എക്സാമിനേഷനാണ് മാനേജ്മെൻറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളെല്ലാം. അതിൻ്റെ ഒരു ബേസിക് പ്രിപ്പറേഷൻ ക്യാറ്റ് ഓറിയൻറ്റഡ് ആവുന്നതായിരിക്കും നന്നാവുക. അങ്ങനെയെങ്കിൽ ഏത് ടെസ്റ്റും നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എൻമാറ്റ് എക്സാമിനേഷൻ വിളിച്ചിട്ടുണ്ട്, ഒക്ടോബർ 10 ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. അതുപോലെ തന്നെ സിംബയോസിസിൻ്റെ ഈ എൻമാറ്റ് എന്ന് പറയുമ്പോൾ നഴ്സി മോഞ്ചി ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, ബാംഗ്ലൂരുണ്ട്, മുംബൈയിലുണ്ട് അതിന് ബ്രാഞ്ച്. അതുപോലെ തന്നെ സ്നാപ്പ്, സിംബയോസിസ് നാഷണൽ അഡ്മിഷൻ പ്രോഗ്രാം, അഡ്മിഷൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റാണ് അത് സ്നാപ്പ് എന്ന് പറയുന്നത്. ഏതാണ്ട് 10-15 ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. പ്രീമിയറായ 7 സ്നാപ്പിന് കീഴിൽ വരുന്നുണ്ട്, സിംബയോസിസിന് കീഴിൽ വരുന്നുണ്ട്. സ്നാപ്പ് സ്കോർ സ്വീകരിക്കുന്ന ഒരുപാട് മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് നവംബർ 22-നാണ്. ദെൻ പിന്നെ വരുന്നത് നോക്കി നിങ്ങൾ, ഏറ്റവും പ്രമുഖമായൊരു ടെസ്റ്റാണ് സാറ്റ്, സേവിയേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലേ. XIM വരുന്നുണ്ട്, അതുപോലെ തന്നെ XIME വരുന്നുണ്ട്, XLRI വരുന്നുണ്ട്, XISS വരുന്നുണ്ട്. ഏതാണ്ട് 7ഓളം പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സേവിയേഴ്സ് ഗ്രൂപ്പിന് കീഴിൽ മാത്രമായിട്ട് വരുന്നുണ്ട്. ഇനി സാറ്റ് പരിഗണിക്കുന്ന മറ്റൊരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. ദെൻ ഈ ഗ്രൂപ്പ് സാറ്റിൻ്റെ വരുന്നത് നവംബർ 30-നാണ്. ദെൻ അതുപോലെ മറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു എക്സാമാണ് ICFI ബിസിനസ് സ്കൂളൊക്കെ വരുന്ന, ഇന്ത്യൻ ബിസിനസ് സ്കൂൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റുന്ന IBSAT എക്സാമിനേഷൻ. അത് വരുന്നത് ഡിസംബർ 21-നാണ്. നോക്ക്, ഇതൊക്കെ നമ്മൾ ഭയങ്കര ഫീസ് വരുന്നതാണ്, ഭയങ്കര ടഫാണെന്നൊക്കെ പൊതുവെ ആളുകൾ പരിഗണിക്കുന്നുണ്ട്. പക്ഷേ നന്നായി മെനക്കെട്ട് കഴിഞ്ഞാൽ ഈ ടെസ്റ്റുകൾ ക്രാക്ക് ചെയ്യാൻ വളരെ ഈസിയാണ്. കൂട്ടത്തിൽ വളരെ ചിലവ് കുറഞ്ഞ് പഠിക്കാൻ പറ്റുന്ന, ദേശീയ തലത്തിൽ വളരെ പ്രാധാന്യമുള്ളൊരു എൻട്രൻസ് എക്സാമിനേഷനാണ് CMAT. എല്ലാ വർഷവും ഒരു മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് കോൾഫർ ചെയ്യുന്നത്. മെയ് എക്സാമിനേഷൻ നടക്കും. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇപ്പോൾ SP ജെയിൻ പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളും അതുപോലെ തന്നെ വളരെ രസകരമായ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ CMAT പരിഗണിക്കാറുണ്ട്. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, അതുപോലെ തന്നെ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി. ഫീസ് വളരെ കുറവായിരിക്കും എന്ന് മാത്രമല്ല അത്യാവശ്യം നല്ല പ്ലേസ്മെൻറ്റ് ഉണ്ടാവും. അതുകൊണ്ട് മാനേജ്മെൻറ്റ് സ്റ്റഡീസിന് തയ്യാറെടുക്കുന്ന ആളുകൾ, ബിസിനസ് സ്റ്റഡീസിൽ ഏറ്റവും പ്രീമിയറായ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഇപ്പോൾ ശ്രദ്ധ വെക്കേണ്ട, എൻട്രൻസ് എക്സാമിനേഷനെ കുറിച്ച് ധാരണ വെക്കേണ്ട, ഏതൊക്കെ ടെസ്റ്റുകൾ എങ്ങനെയൊക്കെ വരുന്നു, എപ്പോൾ വരുന്നു, ഇതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണ വെക്കേണ്ട ടൈമാണ്. അത് ശ്രദ്ധിച്ച് കൃത്യസമയത്ത് ആപ്ലിക്കേഷൻ കൊടുത്ത് നന്നായി പ്രിപ്പയർ ചെയ്ത് എക്സാമിനേഷൻ ഒരുങ്ങുക. ബൈ ബൈ. കരിയർ ഗുരു, മോൾഡിംഗ് യുവർ ഫ്യൂച്ചർ.